ആഘോഷമാണ്. ആ ഉയർപ്പിൻ്റെ ആഘോഷം നമ്മളെ സംബന്ധിച്ച് സൺഡേ എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ദിവസമാണ്. ആ ഉയർപ്പിൻ്റെ അനുഭവമാണ് നമ്മളെ സംബന്ധിച്ച് സാബത്തിൻ്റെ ഒരു വശം. രണ്ടാമത്, സാബത്ത് പണ്ട് മുതലേ തന്നെ ഉത്ഭവത്തിൽ തന്നെ ദൈവം സാബത്ത് ആചരിച്ചത് 6 ദിവസത്തെ ജോലിക്ക് ശേഷമുള്ള ഒരു വിശ്രമമായിട്ടും ഇനിയുള്ള 6 ദിവസം ജോലി ചെയ്യാനുള്ള ശക്തി സംഭരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് ദൈവികമായ, ദൈവത്തോട് കൂടെ ആയിരുന്ന് ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന ഒന്നാണ് ശബത്ത് നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് കൂടി ആയിരിക്കുക. പക്ഷെ എന്നിരുന്നാലും വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ, ആഴ്ച 6 ദിവസം ജോലി ചെയ്ത് ഒരു ദിവസം കിട്ടുന്ന ദിവസമാണ് അത്യാവശ്യ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. തുണി അലക്കണം, ഇതൊക്കെ ചെയ്യണോ വേണ്ടയോ? അപ്പോൾ അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും സാബത്ത് ദുഷിച്ചു പോകുമെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ സാബത്ത് ദിവസം കഞ്ഞി വയ്ക്കുന്നുണ്ട്, ചോറ് വയ്ക്കുന്നുണ്ട്. ഫരിസേയർ സാബത്ത് ദിവസം അടുക്കള തുറക്കില്ല, കഞ്ഞി വയ്ക്കില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയും കുർബാന ഒരു സെലിബ്രേഷൻ ആകണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ആരാധനാക്രമങ്ങളിൽ കൃത്യത പാലിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാധനാക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് ഒരു ഫരിസേയ മനോഭാവമല്ല. അത് ആരാധനാക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് അതൊരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ച് ആഘോഷമാണ്. എന്തിൻ്റെ ആഘോഷമാണ്? ഉയർപ്പിൻ്റെ ആഘോഷമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആ ഉയർപ്പിൻ്റെ പൂർണ്ണ അനുഭവം കിട്ടുന്ന ഒരാഘോഷമാണത്. അതിൻ്റെ ഉദ്ദേശം, ഇപ്പം നിങ്ങളൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവരാണ്. പക്ഷേ ഒരുവിധം ആൾക്കാർ ഞായറാഴ്ചയെങ്കിലും കുർബാനയ്ക്ക് പോകുന്നതിലൂടെ അതൊരു ഒബ്ലിഗേറ്ററി ആയിരിക്കുന്നത്. ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത് ഒരു നിയമത്തിനേക്കാൾ കൂടുതൽ ഒരു സെലിബ്രേഷനും നമുക്ക് വേണ്ട ആത്മീയമായ, ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ലേഖന ഭാഗം കണ്ടില്ലേ? ഇന്നത്തെ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? ഇന്നത്തെ ലേഖനം വായിച്ച് ശ്രദ്ധിച്ചോ? അവൻ്റെ ദൈവിക ശക്തി ഭക്തിക്കും ജീവിതത്തിനും ആയതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഭക്തിമാർഗങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനും, ഇത് രണ്ടിനും ദൈവിക ശക്തി ആവശ്യമുണ്ട്. ആ ദൈവിക ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ആഘോഷപൂർവം ബലിയർപ്പിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? അത് സാറ്റിസ്ഫൈഡ് ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? ഇനി മറ്റേ സംശയം അടുത്തത് എന്തായിരുന്നു? ധനവാൻ ലാസറിൻ്റെ ഉപമ. ഒന്നാമതേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഉപമയാണ്, അതൊരു സംഭവമല്ല. ഈ ഉപമകളിലും അല്ലെങ്കിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയമാണത്. ഇപ്പോൾ നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഒരുപാട് വിശുദ്ധർക്ക് ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ കിടന്ന് നിങ്ങൾ മരിക്കും. അപ്പോൾ ഈ എല്ലാ സന്ദേശങ്ങളെയും പ്രധാനമായിട്ട് രണ്ടായി തിരിക്കാം. ഒന്നൊരു വാണിംഗ് ആണ്, വാണിംഗ് മെസ്സേജ്. രണ്ട്, ഒരു പ്രൊഫറ്റിക് മെസ്സേജ്. ഇപ്പൊ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് വാണിംഗ് അല്ല. ഇറ്റ് ഈസ് എ പ്രൊഫസി വിച്ച് വിൽ ബി ഫുൾഫിൽഡ് ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, ഇല്ലേ? അതേ സമയത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, കെടാത്ത തീയും പുഴുവും എല്ലാം നിങ്ങളെ തിന്നും.
ഇത് പ്രോഫസി ആണോ വാണിംഗ് ആണോ? വാണിംഗ്. ഇപ്പം നിങ്ങളൊരു രോഗം വന്നു, സിസ്റ്ററിനൊരു രോഗം വന്നു, ഡോക്ടർ മരുന്ന് തന്നു, അടുത്ത ആഴ്ച വന്ന് വിവരം പറയണമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോൾ രോഗം കൂടിയിരിക്കണം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, സിസ്റ്ററെ ആ മരുന്ന് ഞാൻ തന്നത് 3 നേരം കഴിച്ചോ? അത് 3 നേരം കഴിക്കാൻ പറ്റിയില്ല, 2 നേരം കഴിച്ചോളൂ. ഇപ്പോൾ ഡോക്ടർക്ക് ഇച്ചിരി ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ടല്ലേ? ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, സിസ്റ്റർ ചാവും എന്ന് പറയണത് ചാവാൻ വേണ്ടിയാണോ? ചാവാൻ വേണ്ടിയാണോ? മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചാവും എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് സിസ്റ്ററിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്ത്? ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഈ രോഗം മൂലം ചാവും. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ മാതാവ് സന്ദേശം കൊടുക്കണു, ഫസ്റ്റീനയ്ക്ക് സന്ദേശം കിട്ടണു, ഫാത്തിമ പിള്ളേർക്ക് സന്ദേശം കിട്ടണു. ഇതെല്ലാത്തിലും പറയുന്നത് നരകത്തിൽ ഇതേ ഇല കൊഴിയണ മാതിരി ആത്മാക്കൾ വീഴണു. എന്തിനാണത്? എന്നിട്ട് അടുത്ത് പറയാണ്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്ക്. എങ്ങനെ പ്രാർത്ഥിക്ക്? ഫാത്തിമയിൽ പ്രാർത്ഥന ചൊല്ലി കൊടുക്കാൻ. ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാഗ്നിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന പോലെ തന്നെയാണ് ധനവാൻ ലാസറിന്റെ ഉപമയിൽ ഈ ലൂക്കയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ലൂക്ക പാവപ്പെട്ടവന്റെ സുവിശേഷകനാണ്, ദരിദ്രന്റെ ആളാണ് ലൂക്ക. ലൂക്കയുടെ എല്ലാ സുവിശേഷ ഭാഗങ്ങളിലും പ്രത്യേകമുള്ള ഒരു ഭാഗമാണ് ഈശോ ദരിദ്രരോട് കൂടെയാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്നാമത് ഭൗതികമായ ഒരു സമ്പാദ്യത്തിലൂടെ അല്ല ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് നമുക്ക് മാത്രമായിട്ടുള്ളതല്ല, നമ്മുടെ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്. അത് അവർക്ക് ദരിദ്രർക്ക് കിട്ടാത്തതിൻ്റെ കാരണം കുറെ പേർ അത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് വലിയ പാപം. ധനവാനായ ഒരു യുവാവ് ഈശോന്റെ അടുത്ത് വന്നു. അവൻ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്നവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്കൊരു ചെറിയ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വിചാരിച്ചു, ഓഹോ അതും കൂടി അങ്ങ് പരിഹരിച്ചാൽ ഞാൻ സ്വർഗരാജ്യത്തിൽ കയറാലോ എന്ന് വിചാരിച്ചു. അതും കൂടി പറയും. എന്താ പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു, എന്നിട്ട് എൻ്റെ പിന്നാലെ പോരെ. ഓ എല്ലാം വിൽക്കണോ? എല്ലാം വിറ്റോ എൻ്റെ കൂടെ. അതവന് പറ്റണില്ല. അവൻ കൽപ്പനയെല്ലാം പാലിക്കുന്നവനാണോ? പക്ഷെ അപ്പൊ ഇവിടെ ഏത് കൽപ്പനയാണ് പാലിക്കാത്തത്? സ്നേഹത്തിന്റെ കൽപ്പന മാത്രമല്ല, 1-ാം പ്രമാണം. അവനിപ്പോ ദൈവത്തെക്കാൾ കൂടുതൽ അവന്റെ വസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അതാണ്. ദൈവത്തെക്കാൾ കൂടുതൽ അവന്റെ സമ്പത്തിനെ സ്നേഹിക്കുന്നു. അവന്റെ സമ്പത്ത് മുഴുവനും ദൈവമാണ് തന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. സർവോപരി അവൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് പോലും അവൻ മനസ്സിലാകുന്നില്ല. അവൻ ദരിദ്രരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദരിദ്രന് ധനവാൻ ലാസറിന്റെ ഉപമയിൽ വളരെ ഒരുപാട് കാര്യങ്ങളുള്ളത്. ഒന്ന്, വാസ്തവത്തിൽ അവൻ ദൈവ അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ, അവൻ ദൈവസ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ അത് സഹോദരങ്ങൾക്ക് പങ്കുവെച്ച് കൊടുത്തേനെ. അപ്പോ അവിടെയാണ് അവൻ നരകത്തിൽ പോകുന്നതും അവൻ അവിടെ നിന്ന് കരയുന്നതും, പിതാവേ ലാസറിനെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് അയക്കണേ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ സഹോദരങ്ങൾക്ക് അവിടെ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളൊക്കെ ഉണ്ട്, അത് കേട്ടാൽ മതി. ഇപ്പം ഈ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുസ്തകങ്ങൾ വരുന്നുണ്ട്.
ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിൽ വന്നിട്ട് തിരിച്ചു വന്നേക്കുന്ന ആളാണ്. ഇതൊക്കെ തെറ്റാണത്. കണ്ടോ, ലാസറിനെ അയച്ചാൻ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞോ? ഇല്ലില്ല, ലാസർ പോയി അല്ല പറയേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ ഓരോരുത്തർ പുസ്തകങ്ങൾ ഇപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇത് കഴിയുമ്പോൾ എൻ്റെ അടുത്തൊരു പുസ്തകം കൊണ്ടുവന്ന് തരും. ഇത് ആ അച്ഛൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയിട്ട് തിരിച്ചു വന്നേക്കുന്ന ആളാണ്. അങ്ങേര് പറയുന്നത് അവിടെയൊക്കെ ബിഷപ്പ്മാർ വരെ അവിടെ കിടക്കാണെന്ന് കണ്ടെന്നാ പറയണത്. ഇതൊന്നും സഭയുടെ പ്രബോധനത്തിൽ അനുസരിച്ചല്ല. അന്ന് കർത്താവ് തന്നെ എന്താ പറഞ്ഞത്? ലാസറിനെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചയക്കില്ല. ലാസർ പറഞ്ഞിട്ടല്ല ഇനി അവൻ വിശ്വസിക്കേണ്ടത്. ആര് പറഞ്ഞിട്ടാ വിശ്വസിക്കേണ്ടത്? അവനിവിടെ വിശുദ്ധ ലിഖിതങ്ങളും പ്രവാചകന്മാരും ഉണ്ട്. ഇപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞെന്നുള്ളത്. ഇവിടെ നമ്മുടെ അടുത്തൊക്കെ പുസ്തകങ്ങളില്ലേ? നമുക്ക് പച്ചമാരുടെ പേരൊന്നും പറയണ്ട. ഒരുപാട് പേര് പോയി തിരിച്ചു വന്നേക്കണവർ പറയണത് വായിക്കാൻ, അത് വായിച്ചപ്പോഴാണ് കണ്ടോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്താ നമ്മുടെ വിശ്വാസം? കർത്താവ് വിശ്വസിച്ചാ പറയണത് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ അച്ഛൻ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ പോയി തിരിച്ചു വന്നേക്കണ പറയുമ്പോ അപ്പോ ധനവാൻ നരകത്തിൽ പോയി എന്ന് പറയുന്നത് ഒരു ഉപമയാണ്. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും നരകത്തിൽ പോകണമെന്ന്? ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും നരകത്തിൽ പോകണമെന്ന്? ഈശോ എന്താഗ്രഹിക്കുന്നു? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ ക്ലാസ് എടുക്കാനുണ്ട്. നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാന ബോധ്യം നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ്. അതാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കുന്നത്. ഇന്നും കുർബാനയിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷം എന്തായിരുന്നു? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യത കിട്ടുകയാണ്. അപ്പോ അന്നത്തെ സിറ്റുവേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു സിറ്റുവേഷനാണ് പോസ്റ്റ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്ത കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ പരിശുദ്ധാത്മാവ് എന്ന ഒരു അഡ്വക്കേറ്റും യേശു എന്ന മറ്റൊരു അഡ്വക്കേറ്റ്, രണ്ടുപേരും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഏത് നിമിഷവും നമ്മളെ സഹായിക്കാൻ. ആ സഹായത്തിന്റെ പ്രധാന ദൗത്യം ഇവര് ഒരു കാരണവശാലും പിശാച് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. പിശാച് ഏതെങ്കിലും ഒരു ആത്മാവിനെ നരകത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ദൈവരാജ്യത്തിന്റെ രാജാവ് മഹാരാജാവ് അത് നോക്കി നിൽക്കോ? ആ മഹാരാജാവിന്റെ മണവാട്ടിമാരായ നമ്മളെല്ലാവരും രാപകലില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. ഓ എൻ്റെ ഈശോയെ, എല്ലാവരും ഉച്ചസ്വരത്തിൽ ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് ആരും നരകത്തിൽ പോകരുതെന്നാണ്. ഇനി ആരെങ്കിലും ഇതുപോലെ ഒരു ധനവാൻ ദൈവത്തിൻ്റെ കരുണ പ്രവൃത്തികളൊന്നും ചെയ്യാതെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, ഇന്നലെ നമ്മൾ കണ്ടില്ലേ കൊച്ചു ത്രേസ്യയെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിച്ചോ? ഫ്രാൻസിൽ 30,000 പേര് അന്ന് ആ മൈതാനത്ത് പബ്ലിക് എക്സിക്യൂഷൻ ആയിരുന്നു. ആ നമ്മൾ കണ്ടതെല്ലാം ആക്ച്വൽ പ്ലേസ് ആണ്. അതെല്ലാം അത് ആക്ച്വൽ പിക്ചേഴ്സാണ്. അതെല്ലാം ആ സ്ഥലമാണ്. ആ ഭവനെല്ലാം ആക്ച്വലാണ്, ഒരു ഭാവനയല്ല. 30,000 പേരുണ്ടായിട്ട് പ്രായപൂർത്തി വന്ന ആർക്കെങ്കിലും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയോ? എന്നാൽ പരിശുദ്ധാത്മാവ് ഈ കൊച്ചുവിനെ പ്രാർത്ഥിപ്പിക്കാൻ ഉപയോഗിച്ചോ ഇല്ലയോ? എന്ന പോലെ നമ്മുടെ സിസ്റ്റേഴ്സിലും നമ്മുടെ അമ്മമാരും നമ്മുടെ വീട്ടിലെ അമ്മമാരും എല്ലാവരെയും കർത്താവ് ഇതുപോലെ അനേകം ആത്മാക്കളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വാണിങ്ങുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന
കർത്താവിൻ്റെ കരുണയിൽ ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റീന കർത്താവിൻ്റെ കരുണയുടെ സെക്രട്ടറിയാണ്. എന്നാൽ അതേ സമയത്ത് ഫസ്റ്റീനയ്ക്കും ദർശനം കിട്ടിയിട്ടുണ്ട്, നരകത്തിൽ ആത്മാക്കൾ പോണതായിട്ട്, ഇല്ലേ? അപ്പൊ പിന്നെ എവിടെ കരുണ? കർത്താവിൻ്റെ കരുണ നരകത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകണമെന്നാണോ? അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, വാണിംഗ് മെസ്സേജുകൾ നൽകുന്നത്. ഇപ്പൊ ഇത് പറയുമ്പോൾ അതും കൂടി ചേർത്ത് പറയാം. കർത്താവ് യോനയോട് പറഞ്ഞു, നീ നിനവേ പോണം, നിനവേ പോയിട്ട് പ്രഘോഷിക്കണം. എന്ത് പ്രഘോഷിക്കണം? 40 ദിവസത്തിനകത്ത് നിനവേ പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ് എല്ലാവരെയും. യോന അടിച്ച് തകർത്തു, വചന പ്രഘോഷണം നടത്തി, നിനവേ വാസികളെല്ലാം ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് നിനവേ വാസികൾ പശ്ചാത്തപിച്ചു, ചാക്കുടുത്ത് ചാരം പൂച്ചി. മഹാരാജാവ് മുതൽ കഴുത വരെയുള്ള ആൾക്കാർ, മൃഗങ്ങൾ വരെ. ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞു. കർത്താവ് പ്ലാൻ മാറ്റി. കർത്താവ് പറഞ്ഞു, ഇവരെ ഞാൻ ശിക്ഷിക്കില്ല. അപ്പോഴാണ് യോനായുടെ തനിനിറം പുറത്തു വന്നത്. അപ്പോഴാണ് യോനായ്ക്ക് കർത്താവിനോട് അരിശം വരുന്നത്. അപ്പോൾ എന്തിനാണ് യോനായെ അയച്ചത്? വാണിംഗ് ആണ്, അതൊരു വാണിംഗ്. പക്ഷേ യോനായും നിനവേയും കാൾ വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇവിടെ ഇതാ യോനായേക്കാൾ വലിയവൻ. യോന പ്രഘോഷിച്ചേ ഉള്ളൂ. യേശു പ്രഘോഷിക്കുക മാത്രമല്ല, നിനവേക്കാരുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു പരിഹാരം ചെയ്തുകൊണ്ടാണ് രക്ഷിക്കണത്. ഇതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ ഇത്രയും നേരം ഷെയർ ചെയ്തതിൽ നിങ്ങൾ ആരും പറയാതിരുന്നൊരു കാര്യം ഇതാണ്. പറയാൻ പോവുകയാണല്ലേ. നമ്മളിപ്പോഴും കൽപ്പനയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാരും പറയണില്ലല്ലോ. യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തു തൻ്റെ സഹോദരന്മാർ ചെയ്ത പാപം, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീണ്ടും വീണ്ടും പറയും. ഇപ്പം നിങ്ങളുടെ ഒരു സഹോദരനെ തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ വലിയൊരു തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവൻ ജയിലിൽ കിടക്കുകയാണെന്ന് വിവരം കിട്ടിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭാവം എന്താ? നിങ്ങൾ ഉടനെ ചങ്കിൽ അടിച്ച് കരയും. അവിടെ ഇവിടെയൊക്കെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പുറത്തു കൊണ്ടുപോവാ. പറയോ ഇല്ലയോ? മദർ ജനറലിനെ വിളിച്ചിട്ട് പറയും, വക്കീലിനോട് വിളിക്കുക, അവരെ വിളിക്കുക, എൻ്റെ സഹോദരൻ്റെ ജയിലിലാണ്, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. നിങ്ങൾ ചിന്തിക്കോ അവൻ തെറ്റാണ് ചെയ്തത്, അവനവിടെ കിടക്കട്ടെ? ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ്, ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിക്കരുത്, അവനവിടെ കിടക്കട്ടെ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കോ? മറിച്ച് അവൻ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ ഇതൊരു വീടിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തായിരിക്കും അവസ്ഥ? അമ്മ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കേട്ടപ്പോൾ ചിലപ്പോൾ തലചുറ്റി വീണിട്ടുണ്ടാവും. എൻ്റെ ഭാര്യയാണെങ്കിൽ ഉടനെ അവിടെ വീഴും. എന്നിട്ട് അമ്മ പറയാണ്, അപ്പനോട് പറയണം, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി അവനെ ഒന്ന് രക്ഷിക്കും. അപ്പൊ അപ്പനെ തിരുമീശയൊക്കെ ഉള്ള ആളാണ്. അപ്പം പറയും, ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ള ചെയ്യരുത്, അവിടെ കിടക്കട്ടെ. ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പന്മാർ അങ്ങനെയാണ്, ഒന്നുള്ളതിന് ഒലക്ക കൊണ്ട് അടിക്കണമെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ അമ്മയ്ക്ക് അത് പറയാൻ പറ്റില്ല. അമ്മ വീണ്ടും നമ്പർ ഇറക്കണം, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞാനാണ് ഇവനെ പെറ്റത്, പെറ്റ് വളർത്തി അമ്മയ്ക്ക് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ കിടന്ന് നെഞ്ചത്തടിച്ച് കരച്ച് എൻ്റെ മോനെ രക്ഷിക്കും. അപ്പൊ അപ്പം അവൻ വലിയ തെറ്റാ ചെയ്തെന്ന്, അവന് ശിക്ഷ കിട്ടണം, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. എൻ്റെ മോനാണ്, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, നിങ്ങളൊന്ന് പോ. അവസാനം എന്നാ ശരി പോകാം,
അങ്ങനെ അപ്പൻ പോയി. അവിടെ ചെന്ന് പോലീസുകാർ പറയണം, ഭയങ്കര വലിയ തെറ്റാവും ചെയ്തേക്കണത്. എൻ്റെ സാറേ, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് രക്ഷിക്കാൻ എന്താ വകുപ്പ്? അയാൾ മീശയൊക്കെ പിരിച്ചുകൊണ്ട് പറയണം, ഒരു വഴിയിട്ട് 2 ലക്ഷം രൂപ മോചനദ്രവ്യം അടയ്ക്കാമെങ്കിൽ ഇവനെ രക്ഷിക്കാം. ഓ എന്ന് പറഞ്ഞ എല്ലാവരും മോചനദ്രവ്യം. കണക്ഷൻ മനസ്സിലായോ ഇല്ലയോ? അങ്ങനെ അപ്പൻ വന്നിട്ട് അമ്മയോട് പറയാണ്, 2 ലക്ഷം രൂപ മോചനദ്രവ്യം അടയ്ക്കാമെങ്കിൽ അവൻ രക്ഷ. എന്നാ വേഗം നിങ്ങൾ അടക്കി. എൻ്റെ അടുത്ത് കാശൊന്നുമില്ല. ആഹാ, നിങ്ങളുടെ അടുത്ത് ഇപ്പൊ കാശില്ലല്ലേ? എൻ്റെ മോനെ രക്ഷിക്കാൻ കാശില്ലല്ലേ? നിങ്ങൾക്ക് കാറ് മേടിക്കാൻ കാശുണ്ട്, നിങ്ങൾക്ക് അതിന് കാശുണ്ട്, ഇതിന് കാശുണ്ട്. അമ്മ കിടന്നിട്ട് ബഹളം തുടങ്ങി. എൻ്റെ താലിമാലയും ഈ വളയും കമ്മലും എല്ലാം കൊണ്ടുപോയി വിറ്റ് എൻ്റെ മോനെ രക്ഷിക്കും. പറയോ ഇല്ലയോ? പറയോ ഇല്ലയോ? കാരണം അമ്മയ്ക്കിപ്പോ താലിമാലയെ പോലും അല്ല ഇമ്പോർട്ടൻസ്, മോനാണ്. അവൻ തെറ്റ് ചെയ്തു, ശരി, പക്ഷേ അവന്റെ തെറ്റിന് ഞാൻ പരിഹാരം ചെയ്യാം, കാരണം അവൻ എൻ്റെ മോനാണ്. ഇതാണ് രക്ഷ. അങ്ങനെ അപ്പൻ കാശെല്ലാം കൊണ്ടുപോയി പരിഹാരം ചെയ്ത് അവനെ ഇറക്കിക്കൊണ്ടുവന്നു. തെറ്റവൻ ചെയ്തു, അവന് ശിക്ഷ കിട്ടേണ്ടതാണ്. ആ ശിക്ഷയിൽ നിന്നും അവനെ ഒഴിവാക്കി. അവൻ പുറത്തു കിടന്നപ്പോ അപ്പച്ചാ കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ. വീട്ടിൽ വന്നപ്പോ അമ്മച്ചിയേ, എടാ മോനെ നീ എന്തിനാടാ കുട്ടാ ഇങ്ങനെ ചെയ്തത്? എടാ മോനെ നീ ഇനി ഇങ്ങനെ ചെയ്യല്ല അമ്മച്ചി. ഓക്കെ, സമാധാനായിട്ടിരിക്കും. ഇപ്പൊ കർത്താവ് ഈശോ മിശിഹ ഇതല്ലേ ചെയ്തത്? നമ്മൾ ഓരോരുത്തരും തിന്മ ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ പിതാവ് പുത്രനെ ആരായിട്ട് എന്തായിട്ട് അയച്ചു? മോചനദ്രവ്യമായിട്ട് അയച്ചു. മോചനദ്രവ്യം. അപ്പൊ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണ്ടേ? ഇങ്ങനെ ഒരു തത്വം നമ്മളുടെ അകത്ത് കിടക്കണത്, അതാണ് പഴയ നിയമം. അതിപ്പോഴും കിടക്കുകയാണ്. ഈശോ മിശിഹ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാനാണോ വന്നത്? തെറ്റ് ചെയ്യുന്നവന്റെ തെറ്റേറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് അതിന് മോചനദ്രവ്യം കൊടുത്ത്, ഇതാണ് നീതി എന്ന് പറയുന്നത്. ഇതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ഇതിനാണ് ദൈവനീതി. മനുഷ്യനീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. അത് മനുഷ്യനീതിയാണ്. ദൈവനീതിയിൽ തെറ്റ് ചെയ്യുന്നവന്റെ തെറ്റ് ദൈവം ഏറ്റെടുത്ത് ദൈവം അതിന് പരിഹാരം ചെയ്ത് ദൈവം ആ ശാപവും ഏറ്റെടുത്ത് ഇതാ കുരിശിൽ കിടക്കുന്നു. ഇതാണ് ഒരു മനുഷ്യൻ മൂലമുണ്ടായ തെറ്റ് ഒരു മനുഷ്യൻ മൂലമുള്ള നീതീകരണത്തിലൂടെ മാറിയത്. ഓക്കെ, ഇപ്പൊ ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആയോ? ആർ യു സാറ്റിസ്ഫൈഡ്? താങ്ക് യു. നിങ്ങൾക്ക് ഇങ്ങനെ സംശയങ്ങളെല്ലാം ചോദിച്ചോളൂ കേട്ടോ. സംശയമെല്ലാം ചോദിച്ചോളൂ. ഈ ധ്യാനം കഴിഞ്ഞാലും എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. ഈ ധ്യാനത്തിൻ്റെ സംശയങ്ങൾ എന്നോട് തന്നെ ചോദിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ റെഫറൻസ് സഹിതം നിങ്ങൾക്ക് തരാം. സംശയം ഉണ്ടാകാം, ആ സംശയങ്ങൾക്കെല്ലാം റെഫറൻസ് തരാം. ഇന്ന സ്ഥലത്ത് ഇന്ന റെഫറൻസ്, ഇന്ന പാപ്പിൾ ടീച്ചിങ്, ഇന്ന CCC, ഇതൊക്കെ എനിക്ക് കാണാൻ പാടുമാണ്. ഓൺ ദ സ്പോട്ട് റെഫറൻസ് തരാം. അങ്ങനെ നിങ്ങൾ പ്രബുദ്ധരാകണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത സംശയം ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത് പങ്കുവയ്ക്കാൻ വായോ.